Hi children, welcome to our English class. How are you? I hope all are going good. Hi മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Dear children, we learned 2 stories about the previous class. ഇല്ലേ, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കഥകൾ പഠിച്ചു അല്ലേ? What were the stories about? എന്തിനെ കുറിച്ചുള്ള കഥകളായിരുന്നു? എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എന്തിനെ കുറിച്ചുള്ള കഥകളാണ് നമ്മൾ പഠിച്ചത്? യെസ്, ദ സ്റ്റോറീസ് അബൌട്ട് ദ മിറർ അല്ലേ? നമ്മൾ കണ്ണാടിയെ കുറിച്ചുള്ള കഥകളാണ് പഠിച്ചത് അല്ലേ? 2 കഥകൾ നമ്മൾ പഠിച്ചു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ കഥകള്? ഉണ്ടോ? ടുഡേ വി ആർ ലേൺ എ ബ്യൂട്ടിഫുൾ പോയം അബൌട്ട് ദ മിറർ. ഇന്ന് നമുക്ക് കണ്ണാടിയെ കുറിച്ചുള്ള ഒരു നല്ല കവിത പഠിക്കാം. എന്താണ്? പോയം, കവിത പഠിക്കാം. റിട്ടൺ ബൈ മാധുരി സാവന്ത്. ആരാണ്? മാധുരി സാവന്ത് എന്ന ഒരു കവയിത്രിയാണ് ഈ കവിത എഴുതിയത്. നമുക്കപ്പം ഇന്ന് കവിത പഠിച്ചാലോ? നമുക്ക് ആദ്യം ഒന്ന് കവിത കേൾക്കാം അല്ലേ? Mirror, mirror, don't display my eyes, don't display my hair, don't display my teeth. Mirror, mirror, display my courage, display my knowledge, display my voyage, display my message, display my passage, to go in the right direction as you show. Did you hear the lines? This poem about a mirror അല്ലേ? നിങ്ങൾ ലൈന് കേട്ടില്ലേ? വരികൾ കേട്ടു അല്ലേ? എന്തിനെ പറ്റിയിട്ടുള്ള വരികളാണ്? മിററിനെ കുറിച്ചിട്ട്, അതായത് കണ്ണാടിയെ കുറിച്ചിട്ടുള്ള വരികളാണ് നമ്മൾ കേട്ടത്. വാട്ട് ഈസ് എ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ്? നിങ്ങൾ കണ്ണാടി നോക്കാറില്ലേ? എന്താണ് കണ്ണാടിയിൽ കാണാറുള്ളത്? മക്കൾ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? എന്താണ് കണ്ണാടിയിൽ കാണാറുള്ളത്? യെസ്, എ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ് എവറിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. എന്താണ്? അതിൻ്റെ മുന്നിൽ വരുന്നത് എന്താണോ, അതിൻ്റെ മുന്നിൽ എന്താണോ, നമ്മളാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെയാണ് കാണുക, അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതായിരിക്കും കാണുക. പക്ഷെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിൽക്കണം അല്ലേ? അപ്പൊ അതിൻ്റെ മുന്നിലെത്തുന്ന വസ്തുവിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കാണിക്കുന്നത്. ചിൽഡ്രൻ, വാട്ട് യു സീ വെൻ ലുക്ക് അറ്റ് എ മിറർ? നിങ്ങൾ കണ്ണാടി നോക്കിയപ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? ഡിഡ് യു സീ എ മിറർ? നിങ്ങൾ കണ്ണാടി കണ്ടിട്ടുണ്ടോ? കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? വാട്ട് യു സീ വെൻ ലുക്ക് അറ്റ് ദ മിറർ? നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പം എന്താ കാണുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾ കണ്ണാടി കണ്ടിട്ടുണ്ടോ? കണ്ണാടി കണ്ടിട്ടുണ്ടോ? എന്താ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത്? മൈ ഐസ്, മൈ ടീത്ത്, മൈ ഹെയർ. ഇല്ലേ? മക്കൾ നോക്കിയോ കണ്ണാടിയിൽ? യുവർ ഓൺ റിഫ്ലക്ഷൻ അല്ലേ? നിങ്ങളെ തന്നെ അല്ലെ? നിങ്ങളെ തന്നെയല്ലേ കാണുന്നത് കണ്ണാടിയിൽ നോക്കുമ്പം? ഞാൻ നോക്കിയപ്പോ എന്നെയാണ് കണ്ടത്. മക്കൾ നോക്കിയപ്പോ എന്താ കണ്ടത്? മക്കളെ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ? But here in this poem, the poet asking the mirror to display something more than that. എന്താണ് നമ്മുടെ ഈ കവിതയിലെ കവയിത്രി പറയുന്നത്? ഇതൊന്നുമല്ല കാണിക്കേണ്ടത്, ഇതിനേക്കാളും കൂടുതലായിട്ട് മറ്റെന്തെല്ലോ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? Then we go through the lines. ഓരോ പോയത്തിലെ ഓരോരോ വരികളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ ലൈൻ എന്താണ്? നമ്മൾ കേട്ടില്ലേ നേരത്തെ? മിറർ, മിറർ. എന്താണ്? കണ്ണാടി, കണ്ണാടി. അതാണല്ലേ ആദ്യത്തെ വരി, അതല്ലേ? മിറർ, മിറർ, കണ്ണാടി, കണ്ണാടി. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്. എന്താണ്? ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്. എൻ്റെ കണ്ണുകളെ കാണിക്കല്ലേ, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കല്ലേ. ഡിസ്പ്ലേ പറഞ്ഞാല് പ്രദർശിപ്പിക്കുക. ഐസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ? അറിയില്ലേ മക്കളെ? എന്താണ് ഐസ് എന്ന് പറഞ്ഞാല്? കണ്ണ് അല്ലെ? കണ്ണുകളാണ് ഐസ്. അപ്പൊ ഡോണ്ട് ഡിസ്പ്ലേ ഉണ്ട് അല്ലേ? ഇതില് ഡോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അരുതേ. അപ്പൊ ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, എന്റെ കണ്ണുകളെ കാണിക്കല്ലേ എന്നാണ് ആദ്യത്തെ വരിയിൽ പറയുന്നത്. ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ. അടുത്ത വരി എന്താണ്? ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ. അതിലും അങ്ങനെ തന്നെയാണല്ലേ? ഡോണ്ട് ഡിസ്പ്ലേ, അരുതേ, കാണിക്കല്ലേ, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കരുതേ. എന്ത് പ്രദർശിപ്പിക്കരുതേ എന്നാ പറഞ്ഞത്? ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ലേ? ഹെയർ എന്താണ്? മുടി. എൻ്റെ മുടി അതിൽ കാണിക്കല്ലേ, അതായത് കണ്ണാടിയിൽ എൻ്റെ മുടിയെ പ്രദർശിപ്പിക്കല്ലേ എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ഇനി അടുത്ത വരി എന്താണ്? ഡോണ്ട് ഡിസ്പ്ലേ മൈ
ടീത്ത്, എൻ്റെ പല്ലുകളെ. അതായത് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ല്. എൻ്റെ പല്ല് കാണിക്കരുതേ അല്ലെങ്കിൽ പല്ലിനെ പ്രദർശിപ്പിക്കരുതേ. ഡോണ്ട് ഡിസ്പ്ലേ, കാണിക്കരുതേ, പ്രദർശിപ്പിക്കരുതേ എന്നാണ് പറയുന്നത്. എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞത്? ഡോണ്ട് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പറഞ്ഞു അല്ലേ? എന്തെല്ലാമാ പറഞ്ഞത്? ഐസ്, ടീത്ത്, ഹെയർ അല്ലേ? ഇതൊന്നും കാണിക്കരുതേ. അതായത് എൻ്റെ പല്ലുകളെ കാണിക്കരുതേ, എൻ്റെ കണ്ണിനെ കാണിക്കരുതേ, എൻ്റെ മുടിയെ കാണിക്കരുതേ, ഒക്കെ കാണിക്കരുതേ എന്നാണല്ലേ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും? ദിസ് ഈസ് ഓൺലി മൈ ഫിസിക്കൽ അപ്പിയറൻസ്. ഇതെല്ലാം തന്നെ എൻ്റെ പുറമേയുള്ള രൂപങ്ങളാണ്. അതായത് എന്നെ കാണാൻ എങ്ങനെയാണോ അതാണ് ഇതിൽ കാണിക്കുന്നത് അല്ലേ? കണ്ണാടിയിൽ അങ്ങനെയല്ലേ കാണിക്കുന്നത്? എന്നെ എങ്ങനെയാണോ കാണാൻ അതാണ് കണ്ണാടിയിൽ കാണിക്കുന്നത്. ബട്ട് റിയലി നോട്ട് വാട്ട് ഐ ആം. പക്ഷേ ഞാൻ ഇതൊന്നുമല്ല, ഇങ്ങനെ ഒന്നുമല്ല ഞാൻ. ഐ ഹാവ് മെനി ഇന്നർ ക്വാളിറ്റീസ് ഓർ ടാലൻറ്റ്. എനിക്ക് പല തരത്തിലുള്ള ഗുണങ്ങളും കഴിവുകളുമുണ്ട്. അതിനെയൊക്കെ കാണിക്കണം എന്നാണ് പറയുന്നത്. മിറർ ഡോണ്ട് ഡിസ്പ്ലേ മൈ എക്സ്റ്റേണൽ അപ്പിയറൻസ്. എൻ്റെ പുറമേയുള്ള ഭംഗിയെ കാണിക്കരുതേ എന്നാണ് കണ്ണാടിയോട് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത വരികൾ നോക്കിയാലോ? എന്താണ് അടുത്ത വരികളില്? മിറർ മിറർ, കണ്ണാടി കണ്ണാടി, ഡിസ്പ്ലേ മൈ കറേജ്. എന്താണ് കറേജ്? എന്താണ് കറേജ് എന്ന് പറഞ്ഞാലേ? എൻ്റെ ധൈര്യം. ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ നോക്കൂ, ഡിസ്പ്ലേ മാത്രമല്ലേ ഉള്ളത്, ഡോണ്ട് ഇല്ലല്ലോ. അപ്പൊ എൻ്റെ ധൈര്യത്തെ പ്രദർശിപ്പിക്കൂ, എൻ്റെ ധൈര്യത്തെ കാണിക്കൂ എന്നാണ് അവിടെ പറയുന്നത്. ധൈര്യത്തെ കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് അവർ ഹിഡൻ ടാലന്റ് അല്ലേ? നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു ടാലന്റ് ആണ് അല്ലേ അത്? ധൈര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ധൈര്യം കാണിക്കുന്നു എന്ന് പോയിട്ട് കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ധൈര്യത്തെ കാണിക്കുക അല്ലേ? അത് എൻ്റെ ഇന്നർ ക്വാളിറ്റി ആണ്, എൻ്റെ ഉള്ളിലുള്ള കഴിവാണ് കറേജ് എന്ന് പറഞ്ഞാൽ അല്ലേ? ധൈര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള കഴിവാണ്. അപ്പൊ അതിനെ കാണിക്കാനാണ് കണ്ണാടിയോട് പറയുന്നത്. ഡിസ്പ്ലേ മൈ കറേജ്, എൻ്റെ ധൈര്യത്തെ കാണിക്കൂ. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിയാലോ? എന്താണ് അടുത്ത വരി? ഡിസ്പ്ലേ മൈ നോളജ്, എൻ്റെ നോളജിനെ കാണിക്കൂ. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ അറിവിനെ കാണിക്കൂ എന്നാണ് പറയുന്നത്. അവിടെയും ഡോണ്ട് ഇല്ല അല്ലേ? ഡിസ്പ്ലേ മൈ നോളജിനേ ഉള്ളൂ. അപ്പൊ എൻ്റെ അറിവിനെ കാണിക്കൂ. അറിവിനെ കണ്ണാടിയിലോ കാണിക്കാൻ പറ്റുമോ? അതും നമ്മുടെ ഇന്നർ ക്വാളിറ്റി ആണ് അല്ലെ? നോളജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇന്നർ ക്വാളിറ്റി ആണ്. നോളജ് ലീഡ്സ് ടു അസ് റൈറ്റ് വേ ടു ലിവ് മൈ ലൈഫ്. എനിക്ക് ശരിയായ വഴിയിലൂടെ അല്ലാതെ ശരിയായ ജീവിതം നയിക്കുന്നതിന് എനിക്ക് നോളജ്, അറിവ് ആവശ്യമാണ്. ആ അറിവിനെ നീ കാണിക്കൂ, കണ്ണാടിയിലൂടെ കാണിക്കൂ. നോളജ് ലീഡ്സ് അസ് ടു ഗുഡ് ഡീൽ. എനിക്ക് നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോളജ് എന്നെ സഹായിക്കുന്നു. ആ നോളജിനെ കാണിക്കൂ, അതിനെ കാണിക്കാനാണ് പറയുന്നത്. കണ്ണാടിയിൽ എന്ത് കാണിക്കാനാണ് പറഞ്ഞത്? നോളജ്, അറിവിനെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ നോളജ്. ഇനി അടുത്ത വരി നോക്കിയാലോ? എന്താണ് അടുത്ത വരി? ഡിസ്പ്ലേ മൈ വോയേജ്. വോയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ജീവിതയാത്ര അല്ലെങ്കിൽ ദീർഘദൂര യാത്ര എന്നാണ് വോയേജ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വോയേജിന്റെ അർത്ഥം എന്താണ്? ദീർഘദൂര യാത്ര. അതിനെ കാണിക്കാനാണ് പറയുന്നത്. എൻ്റെ യാത്രകളെല്ലാം എനിക്ക് കണ്ണാടിയിലൂടെ കാണാൻ പറ്റുമോ? ഡിസ്പ്ലേ മൈ വോയേജ്, എൻ്റെ ദീർഘദൂര യാത്രകളെ അല്ലെങ്കിൽ എൻ്റെ ജീവിത യാത്രയെ ഇതിലൂടെ കാണിക്കൂ എന്നാണ് പറയുന്നത്. എന്താണ്? ഇൻ ദി ലൈഫ് ദ ബിഗിനിങ് ടു എൻഡ് വി ലീഡ്സ് എ ലോങ് ജേണി അല്ലേ? നമ്മുടെ ജീവിത തുടക്കം മുതൽ അല്ലേ, ജനിക്കുമ്പോൾ തൊട്ടിട്ട് നമ്മുടെ അവസാനം വരെ ഒരു യാത്രയിൽ തന്നെയാണ് അല്ലേ? നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ലേ? ഓരോ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഓരോ യാത്രയാണ്. അപ്പൊ ആ യാത്രയെ നമ്മുടെ കണ്ണാടിയിലൂടെ കാണിക്കാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ നോക്കിയിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടോ? ഇറ്റ് ഗിവ്സ് മെനി ന്യൂ തിങ്സ് അല്ലേ? ഇതിലൂടെ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാൻ കഴിയുന്നു. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓരോ ദിവസത്തെയും നമുക്ക് കണ്ണാടിയിലൂടെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ എനിക്ക് കണ്ണാടിയിലൂടെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഈച്ച് ജേർണി ഗിവ്സ് മീ എക്സ്പീരിയൻസ്, ന്യൂ എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഓരോ ദിവസവും, അതായത് ഓരോ ഘട്ടങ്ങളും നമുക്ക് പുതിയ പുതിയ അറിവുകളെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം എനിക്ക് കണ്ണാടിയിലൂടെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. വോയേജ്, എൻ്റെ ജീവിതയാത്രയെ കണ്ണാടിയിലൂടെ കാണിക്കൂ. ഓക്കെ, ഇനി അടുത്ത വരി നോക്കിയാലോ? ഡിസ്പ്ലേ മൈ മെസ്സേജ്. എല്ലാവർക്കും അറിയാലോ മെസ്സേജ് എന്താണ്?
എന്താണ് മെസ്സേജ്? നമ്മൾ എപ്പോഴും ഇപ്പൊ മൊബൈൽ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ, മെസ്സേജ്. എന്താണ് അതിന്റെ മലയാളം? എന്താ മീനിങ് അതിന്റെ? മെസ്സേജ്, സന്ദേശം. എൻ്റെ സന്ദേശത്തെ കാണിക്കൂ, എൻ്റെ സന്ദേശത്തെ കണ്ണാടിയിലൂടെ കാണിക്കൂ എന്നാണ് പറയുന്നത്. നോളേജ് ഓൾസോ ലീഡ്സ് ടു ഗുഡ് ഡീൽസ് ദാറ്റ് ഗിവ്സ് പീപ്പിൾ ഗുഡ് മെസ്സേജ്. എന്താണ്? എനിക്ക് കിട്ടുന്ന അറിവിലൂടെ എനിക്ക് മറ്റുള്ളവർക്ക് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റും, അതായത് സന്ദേശത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സന്ദേശത്തെ ഈ കണ്ണാടിയിലൂടെ കാണിക്കൂ, അല്ലെ എനിക്ക് കിട്ടിയ അറിവിലൂടെ കിട്ടുന്ന കാര്യങ്ങളുടെ ഒരു സന്ദേശം, അല്ലെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന കാര്യത്തെ, അതിൻ്റെ സത്തെ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലേ. ആ ഒരു മെസ്സേജ് എനിക്ക് കണ്ണാടിയിലൂടെ കാണിച്ചു തരൂ എന്നാണ് പറയുന്നത്. ഡിസ്പ്ലേ മൈ ഇന്നർ ക്വാളിറ്റീസ്, അതൊക്കെ എൻ്റെ ഉള്ളിലുള്ള കഴിവുകളാണ്. ആ ഇന്നർ ക്വാളിറ്റീസിനെ, അതെല്ലാം എൻ്റെ ഉള്ളിലുള്ള കഴിവാണ് അല്ലേ. എനിക്ക് കിട്ടുന്ന അറിവ്, ആ അറിവിലൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ ഒരു ഇന്നർ ക്വാളിറ്റിയാണ്. ആ ഇന്നർ ക്വാളിറ്റിയെ കണ്ണാടിയിലൂടെ കാണിക്കൂ. ഓക്കെ, അടുത്ത വരി എന്താണ്? ഡിസ്പ്ലേ മൈ പാസേജ്. പാസേജ് എന്ന് പറഞ്ഞാല് കടന്നു പോകൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിത യാത്രയുടെ വഴി, അതിനെ കാണിച്ചു തരൂ എന്നാണ് അടുത്ത പറയുന്നത്. ഡിസ്പ്ലേ മൈ പാസേജ്, എൻ്റെ വഴിയെ കാണിച്ചു തരൂ. ഷോ മൈ റൈറ്റ് വേ, എന്താണ്? എൻ്റെ ശരിയായ വഴിയെ കാണിച്ചു തരൂ. എൻ്റെ ശരിയായ വഴി, അതായത് എനിക്ക് പോകേണ്ട വഴിയെ കാണിച്ചു തരൂ. ഇറ്റ് വിൽ ബി ഏബിൾ ടു മൂവ് ത്രൂ ദ റൈറ്റ് പാസേജ്. എന്താണ്? ഇതിൽ കൂടെ എനിക്ക് ശരിയായ വഴിയിലൂടെ അല്ലെ, ആ കാണിച്ചു തരുന്ന വഴിയിലൂടെ എനിക്ക് ശരിയായിട്ട് പോകാൻ വേണ്ടി ആ വഴിയെ കാണിച്ചു തരൂ എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കൊരാൾ വഴി കാണിച്ചു തരാണെങ്കിൽ നമുക്ക് എളുപ്പമായി അല്ലേ പോവാൻ. അങ്ങനെ ആ പോകേണ്ട വഴിയെ, അല്ലെങ്കിൽ എനിക്ക് ശരിയായ എൻ്റെ വഴി തെറ്റാതിരിക്കാൻ ആ ശരിയായ വഴിയെ കാണിച്ചു തരൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോ. എന്താണ്? നീ കാണിക്കുന്ന ശരിയായ വഴിയിലൂടെ പോകാൻ വേണ്ടി, അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ആ വഴികളൊക്കെ എനിക്ക് കാണിച്ചു തരൂ. ഇവയെല്ലാം എനിക്ക് കാണിച്ചു തരുമ്പം എനിക്ക് എവിടെയും വഴി തെറ്റില്ല, അതായത് എനിക്ക് എൻ്റെതായ ഒരു കറക്റ്റ് വേയിൽ, അതായത് ഒരു ശരിയായ ഒരു ദിശയിൽ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവയെല്ലാം കാണിച്ചു തരൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഇനി ഒന്നും കൂടെ കവിത കേട്ടു നോക്കിയാലോ? ചിൽഡ്രൻ, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് പോയം? നിങ്ങൾ എന്താണ് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കിയത്? നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ. ആദ്യത്തെ 4 വരികൾ നോക്കാം. എന്താണ്? മിറർ മിറർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത്. എന്താണ് ഈ 4 വരികളിൽ പറഞ്ഞത്? കണ്ണാടി കണ്ണാടി, എൻ്റെ കണ്ണുകളെ കാണിക്കല്ലേ. അടുത്ത വരിയില് എൻ്റെ ഹെയർ കാണിക്കല്ലേ, എൻ്റെ മുടി കാണിക്കരുതേ. അടുത്ത വരിയില് എൻ്റെ പല്ലുകളെ കാണിക്കല്ലേ എന്നാണ് ഈ 4 വരികളിൽ പറഞ്ഞത്. എന്താണ് ഇതിന്റെ അർത്ഥം? എൻ്റെ പുറമേയുള്ള ഭംഗി, അതായത് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, എൻ്റെ പുറമേയുള്ള രൂപത്തെ അല്ല കാണിക്കേണ്ടത്, അതൊന്നും കാണിക്കരുതേ. ഞാൻ എങ്ങനെയാണോ കാണാൻ അതല്ല എനിക്ക് കണ്ണാടിയിലൂടെ കാണേണ്ടത്. ഇനി അടുത്ത വരി എന്താണ്? ഡിസ്പ്ലേ മൈ കറേജ്, ഡിസ്പ്ലേ മൈ നോളേജ്, ഡിസ്പ്ലേ മൈ വോയേജ്, ഡിസ്പ്ലേ മൈ മെസ്സേജ്, ഡിസ്പ്ലേ മൈ പാസേജ് ടു ഗോ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോൺ. എന്താണ് ഇതിൽ പറയുന്നത്? എൻ്റെ ധൈര്യത്തെ, ആദ്യത്തെ കറേജ് എന്ന് പറഞ്ഞാല് ധൈര്യം അല്ലെ, എൻ്റെ ധൈര്യത്തെ കാണിക്കൂ, എൻ്റെ അറിവിനെ കാണിക്കൂ. ഡിസ്പ്ലേ മൈ വോയേജ് പറഞ്ഞു അല്ലെ. എന്താ വോയേജ് പറഞ്ഞത്? എൻ്റെ ജീവിതയാത്ര, എൻ്റെ ജീവിതയാത്രയെ കാണിക്കൂ. അടുത്ത വരിയില് എൻ്റെ മെസ്സേജ്, സന്ദേശത്തെ കാണിക്കൂ. അടുത്ത ലൈന് എൻ്റെ പാസേജ്, അതായത് എൻ്റെ പാസേജ് കാണിക്കൂ, അതായത് വഴിയെ കാണിക്കൂ എന്നാണ് പറയുന്നത്. അതിൽ എനിക്ക് കടന്നു പോകേണ്ട വഴിയെ കാണിക്കൂ. ഇതെല്ലാം എന്തിനാണ് കാണിക്കാൻ പറഞ്ഞത്? ടു ഗോ ത്രൂ ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആസ് യു ഷോൺ. കാണിക്കുന്ന കണ്ണാടിയിൽ കാണിക്കുന്ന കൃത്യമായ വഴിയിലൂടെ എൻ്റെ വഴി തെറ്റാതെ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഇവയെല്ലാം കാണിച്ചു തരൂ, ശരിയായ ദിശ കാണിച്ചു തരൂ എന്നാണ് ഈ വരികളിലൂടെ പറയുന്ന അർത്ഥം. ഇതൊക്കെ എൻ്റെ ഇന്നർ ക്വാളിറ്റീസ് ആണ്. ആ ഇന്നർ ക്വാളിറ്റിയെ കാണിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. മക്കൾക്ക് കവിത ഇഷ്ടമായോ? ഈ വരികളുടെ അർത്ഥമെല്ലാം ഒന്നും കൂടെ മനസ്സിലാക്കി കഴിയുമ്പം ഈ കവിത ഒന്നുകൂടെ ഇഷ്ടമാവും. ഒന്നുകൂടെ വായിച്ച് കേട്ടു നോക്കണേ കവിത. മക്കളെ, നമ്മളൊരു കവിത പഠിച്ചു അല്ലേ. അപ്പൊ ആ കവിതയിലൊരു
ഒരു അറിവ് നമുക്ക് കിട്ടി. അപ്പൊ അതിലൊരു മെസ്സേജ് ഉണ്ടല്ലോ. എന്താണ് ഈ കവിതയിലെ മെസ്സേജ്? നമ്മളോട് പറയുന്നത് എന്താണ്? ഈ കവിത നമ്മളോട് പറയുന്നത് എന്താണ്? ഗുഡ് ക്വാളിറ്റീസ് or inner beauty of a person is more important than the external beauty. എന്താണ്? നമ്മുടെ പുറമേയുള്ള ഭംഗിയേക്കാളും നമ്മുടെ ഉള്ളിലുള്ള കഴിവിനാണ്, അല്ലേ? പുറമേയുള്ള ഭംഗി ഒരാളെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ? പുറമേയുള്ള ഒരു ഭംഗി മാത്രം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ആ രൂപത്തിൽ ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ഈ പുറമേയുള്ള ഭംഗിക്കല്ല ഇമ്പോർട്ടൻ്റ്, അതായത് പ്രാധാന്യം. ഒരു വ്യക്തിയുടെ പുറമേയുള്ള ഭംഗിക്കല്ല പ്രാധാന്യം. ഗുഡ് ക്വാളിറ്റീസ് ലൈക്ക് കറേജ്, നോളജ്, വോയേജ്, മെസ്സേജ്, പാസേജ് ഹെൽപ്പ് ഹിം ടു മൂവ് ഫോർവേഡ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഇൻ ദ ലൈഫ്. എന്താണ് നമ്മളോട് പറഞ്ഞു അല്ലേ? നമ്മുടെ കറേജും വോയേജും ഒക്കെ കാണിക്കാൻ വേണ്ടി, അതായത് എൻ്റെ ധൈര്യത്തെയും എൻ്റെ അറിവിനെയും എൻ്റെ ജീവിതയാത്രയെയും എൻ്റെ സന്ദേശത്തെയും എൻ്റെ പാസേജ്, അതായത് വഴിയെയും എല്ലാം കാണിച്ചു തരൂ. അത് എന്താണ്? എൻ്റെ ഇന്നർ ക്വാളിറ്റിയാണ്, എൻ്റെ ഉള്ളിലുള്ള കഴിവാണ്, അല്ലേ? എനിക്ക് ചിലപ്പം നല്ല ധൈര്യമുള്ള ആളായിരിക്കും, പക്ഷെ ആ ധൈര്യത്തെ കണ്ണാടിയിലൂടെ കാണിച്ചു തരാനാണ് ഇവിടെ പറഞ്ഞത്. അതേപോലെക്ക് തന്നെ എൻ്റെ അറിവിനെ, എനിക്കുള്ള അറിവ്, അല്ലേ? ആ അറിവ് അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന മെസ്സേജ്, അതായത് സന്ദേശം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ കാണിച്ചു തരൂ. അപ്പോഴാണ് എനിക്ക് കൃത്യമായ എൻ്റെ വഴിയിലൂടെ, അതായത് എൻ്റെ വഴി തെറ്റാതെ എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതെല്ലാം എൻ്റെ ഇന്നർ ക്വാളിറ്റിയാണ്, എൻ്റെ ഉള്ളിലുള്ള കഴിവുകളെയാണ് അത് കാണിച്ചു തരൂ എന്നാണ് നമ്മളോട് പറയുന്നത്. ചിൽഡ്രൻ, വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് പോയം? എന്താ അപ്പം നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്, ഈ പോയത്തിൽ നിന്ന്? എന്തായിരിക്കും? വി ഷുഡ് കൺസിഡർ അവർ ഇന്നർ ക്വാളിറ്റി മോർ ദാൻ ദ ഔട്ട്വേർഡ് അപ്പിയറൻസ്. നമ്മുടെ പുറമേ ഉള്ള ഭംഗിയല്ല, നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതായത് നമ്മൾ പുറമേയുള്ള ഭംഗി കണ്ടിട്ട് ആരെയും, നമ്മളെ തന്നെയും നമ്മൾ വിലയിരുത്തരുത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയാണ് നമ്മൾ പുറമേക്ക്, അതായത് പ്രോത്സാഹിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അതാണ് നമ്മുടെ ഒരു വ്യക്തിത്വം, അതായത് നമ്മളുടെ ഒരു ബ്യൂട്ടി എന്നത് അതാണ്. ദിസ് ഈസ് ദ റിയൽ ബ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അതായത് ഒരു മനുഷ്യൻ്റെ കൃത്യമായ അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് ആ ഇന്നർ ക്വാളിറ്റി ആണെന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. നമ്മൾ കവിത കേട്ടു അല്ലേ? അപ്പം നമുക്ക് ഈ കവിതയിൽ എന്തെല്ലോ അർത്ഥം ഒക്കെ മനസ്സിലായി. ഇനി ഇതിൻ്റെ പുതിയ വേർഡുകൾ, കുറച്ച് പുതിയ വേർഡുകൾ ഉണ്ട് അല്ലേ? അതും കൂടെ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കിയാലേ ഇത് എളുപ്പമാവും. അപ്പോൾ ടീച്ചറെ ആ ന്യൂ വേർഡ്സ് ഇവിടെ പറയാം, എന്തൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ഡിസ്പ്ലേ. എന്താണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ? പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേ ആ പദ്യത്തിൽ ആദ്യം തൊട്ടേ ഉണ്ട് അല്ലേ? ഒത്തിരി പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട് ഡിസ്പ്ലേ എന്നുള്ളത്. അപ്പം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക. അടുത്തതോ കറേജ്. എന്താണ് കറേജ് എന്ന് പറഞ്ഞാൽ? ധൈര്യം. വോയേജ്. എന്താണ് വോയേജ്? ജീവിത യാത്ര അല്ലെങ്കിൽ ദീർഘദൂര യാത്ര എന്നുള്ളതാണ് വോയേജ് എന്നുള്ളതിൻ്റെ അർത്ഥം. പാസേജ് കടന്നുപോകൽ അല്ലെങ്കിൽ വഴി. നോളജ് അറിവ്. നോളജ് അറിവ്. ഡയറക്ഷൻ ദിശ. എന്താണ് ദിശ? ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ. ഇത്രയാണ് അതിൽ വരുന്ന പുതിയ വാക്കുകൾ. ഈ വാക്കുകളെ ഒന്ന് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടെ കവിത വായിച്ചു നോക്കൂ കേട്ടോ. ഇനി നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ശ്രദ്ധിക്കണേ. വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ്? നമ്മളോട് ചോദിക്കുകയാണേ. എന്താണ് ചോദിക്കുന്നത്? കണ്ണാടി എന്താണ് സാധാരണയായി റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് പ്രതിഫലിപ്പിക്കുന്നത്? എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉത്തരം. നമ്മൾ നേരത്തെ ഒക്കെ അർത്ഥമൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് എന്താണ് കാണുന്നത്? ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ എന്നെയാണ് കാണുന്നത് അല്ലേ? അപ്പം നമുക്കത് ആൻസർ പറയാലോ. ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ് ഇമേജ് ഓഫ് എ പേഴ്സൺ ഓർ ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. എന്താണ്? കണ്ണാടി അതിൻ്റെ മുന്നിലെത്തുന്ന വസ്തുവിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അതായത് കാണിക്കുന്നത്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിലെത്തുന്ന വസ്തുവിനെയോ അല്ലെങ്കിൽ വ്യക്തിയെയോ ആണ് അത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത്, കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പമല്ലേ അല്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കാം.
Why doesn't the poet want the mirror to reflect her eyes, teeth and hair? എന്താണ് നമ്മളോട് ആദ്യത്തെ 4 വരികളിൽ പറഞ്ഞിരുന്നു അല്ലേ, കാണിക്കരുത്. എന്തെല്ലാം കാണിക്കരുത് എന്നാണ് പറഞ്ഞത്? അതെ, എൻ്റെ കണ്ണ് കാണിക്കരുത്, എൻ്റെ ഹെയർ കാണിക്കരുത്, എൻ്റെ ടീത്ത് കാണിക്കരുത്. എന്തുകൊണ്ടാണ് പോയറ്റ് അതായത് കവയത്രി ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. Why doesn't the poet want, കാണിക്കരുത് എന്ന് പറയാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നമുക്കൊരു എളുപ്പമുണ്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് വന്ന ആ ക്വസ്റ്റ്യനിലുള്ള പകുതി ഭാഗം തന്നെ ഇതിൽ നമ്മൾ എഴുതുന്നുണ്ട്. എന്തൊക്കെയാണ്? ദ പോയറ്റ് ഡസൻറ്റ് വാണ്ട് റിഫ്ലക്റ്റ് ഹെർ ഐസ്, ടീത്ത് ആൻഡ് ഹെയർ. ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. കാരണം, കാണിക്കരുതെന്ന് പറയാൻ കാരണം എന്നാണ് ബിക്കോസ്. എന്താണ്? ഷീ വാണ്ട് ടു റിഫ്ലക്റ്റ് ഹെർ കറേജ്, നോളേജ്, വോയേജ്, മെസ്സേജ് ആൻഡ് പാസേജ് which helps her to move in the right direction. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞൂല്ലേ ആദ്യം, എൻ്റെ ധൈര്യത്തെയും എൻ്റെ അറിവിനെയും എൻ്റെ വോയേജിനെയും ഒക്കെ ഇതിലൂടെ കാണിച്ചു തരൂ. എന്തിനു വേണ്ടിയിട്ട്? എനിക്ക് കൃത്യമായ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഇവയെല്ലാം കാണിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ കണ്ണിനെയും മുടിയെയും പല്ലിനെയും ഒന്നുമല്ല കാണിക്കേണ്ടത്, എൻ്റെ കറേജിനെയും നോളജിനെയും വോയേജിനെയും മെസ്സേജിനെയും ഒക്കെ കാണിച്ചു തരൂ. അതായത് എൻ്റെ ധൈര്യത്തെയും എൻ്റെ അറിവിനെയും എൻ്റെ വഴിയെയും എൻ്റെ പാസേജിനെയും ഒക്കെ മെസ്സേജിനെയും എല്ലാം കാണിച്ചു തരൂ എന്നാണ് നമ്മളോടിവിടെ പറഞ്ഞത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്നെ സഹായിക്കുന്നു. എങ്ങനെ? എനിക്ക് മൂവ് ടു ദ റൈറ്റ് ഡയറക്ഷൻ, എൻ്റെ കൃത്യമായ വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഇവയെല്ലാം കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ പദ്യത്തിലുള്ള വരികൾ തന്നെയാണ് അല്ലേ. കറേജും വോയേജും നോളേജും ഒക്കെ നമ്മുടെ പദ്യത്തിലുള്ള വരികളാണ്. അവയെല്ലാം കാണിച്ചു തരൂ. ഡിസ്പ്ലേ എന്ന് പറഞ്ഞ അവയെല്ലാമാണ് ഇതിൽ കാണിച്ചു തരൂ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. The poet don't want to reflect her eyes, hair and teeth because she wants to reflect her courage, knowledge, voyage, message and passage, which helps her to move in the right direction. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. What did you think is the message of the poem? ഈ പോയത്തിലെ മെസ്സേജ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളൊരു കാര്യം പഠിച്ചു, അതിലൊരു ചെറിയൊരു അറിവ് നമുക്ക് കിട്ടി. അതിലുള്ള മെസ്സേജ് എന്താണ് നോക്കാം. The inner quality is more important than the external beauty. Good quality will help him to move forward in the right direction of his life. This message given by the poem. എന്താണ്? ഈ പോയത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളാണ് പ്രധാനം, പുറമേ കാണുന്ന ഭംഗിക്കല്ല പ്രാധാന്യം എന്നാണ് നമ്മളോട് പറയുന്നത്. ഇന്നർ ക്വാളിറ്റീസ്, നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലെ കൂടിയാണ് നമ്മൾ കൃത്യമായ വഴിയിലൂടെ പോകേണ്ടത്. അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നാണ്. ഒരു വ്യക്തിയെ കാണുന്ന രൂപത്തിലല്ല പ്രാധാന്യം, അയാളുടെ ഉള്ളിലുള്ള കഴിവിനാണ് പ്രാധാന്യം എന്നാണ് നമുക്ക് ഈ പദ്യത്തിലൂടെ അല്ലെങ്കിൽ ഈ പോയത്തിലൂടെ കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ ചിൽഡ്രൻ, അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കതൊന്ന് നോക്കാം. എന്താണ്? കംപ്ലീറ്റ് ദ റിഡിൽ അബൌട്ട് ദ മിറർ. റിഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്കഥ. അതായത് കണ്ണാടിയെ കുറിച്ചുള്ള ഒരു കടങ്കഥയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അവിടെ തന്നിട്ടുണ്ട്, when you cry I never laugh, when you laugh I never cry. എന്താണ്? ഞാൻ കരയുമ്പോൾ ഞാൻ ഒരിക്കലും ചിരിക്കില്ല. when you cry, നീ കരയുമ്പോൾ ഞാൻ ഒരിക്കലും ചിരിക്കില്ല എന്നാണ് പറയണത്. അങ്ങനെയല്ലേ? ആണല്ലേ? ഞാൻ കരയുമ്പോൾ കണ്ണാടിയിൽ എന്താ ഞാൻ കാണുക? ഞാൻ കരയുന്നതാണോ ചിരിക്കുന്നതാണോ കാണുക? കരയുന്നത് തന്നെയാണ് കാണുക. അപ്പോൾ when you laugh I never cry, നീ ചിരിക്കുമ്പം ഞാൻ കരയില്ല. അതായത് ഞാൻ ചിരിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ എത്തുകയാണെങ്കിൽ കണ്ണാടിയിൽ എന്നെ ചിരിച്ചിട്ട് തന്നെയാണ് കാണുക, കരഞ്ഞിട്ട് കാണില്ല. അപ്പോൾ കണ്ണാടി എന്ന് പറയുന്നത് ആണ് അതിൻ്റെ ഉത്തരം വരിക. എന്താണ്? നീ ചിരിക്കുമ്പോൾ ഞാൻ കരയില്ല, നീ കരയുമ്പോൾ ഞാൻ ചിരിക്കില്ല. എന്താണ്? അങ്ങനെയല്ലേ? കണ്ണാടിയിൽ നമ്മൾ കരഞ്ഞിട്ടാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത്, കണ്ണാടിയിൽ കരഞ്ഞിട്ടാണ് കാണുക. അപ്പോൾ കണ്ണാടി ചിരിക്കുവോ? ഇല്ല. ഞാൻ ചിരിച്ചിട്ടാണ് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലോ കണ്ണാടിയിൽ എന്നെ ചിരിച്ചിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം അവിടെ ആ
ക്രൈ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ്, അതായത് വിപരീത പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലാഫ്. ക്രൈ എന്നതിന്റെ വിപരീതം ലാഫ്. അങ്ങനെ അടുത്തത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വിപരീതം കൊടുത്തു. ഇനി അടുത്തതിൽ എന്താ വരുന്നത് നോക്കാം. വെൻ യു കൂൾ ഐ ആം നോട്ട് ഡാഷ് ഇട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ്? ഞാൻ കൂളായിരിക്കുമ്പോൾ, ഞാൻ ശാന്തമായിരിക്കുമ്പോൾ എന്താണ് അതിന്റെ വിപരീതം? എന്താണ് കൂളിന്റെ? ഹോട്ട്. എന്താണ്? ഹോട്ട്. വെൻ യു കൂൾ ഐ ആം നോട്ട് ഹോട്ട്. ഞാൻ ചൂടാവില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കില്ല. നീ കൂളായിട്ടിരിക്കുമ്പോൾ, നീ ശാന്തമായിട്ടിരിക്കുമ്പം ഞാൻ ശാന്തനല്ലാതെ ഇരിക്കില്ല അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കില്ല. അടുത്തതോ വെൻ യു ഹോട്ട് ഐ ആം നോട്ട് കൂൾ. നീ ഹോട്ടായി, അതായത് ദേഷ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് അടുത്തതിൽ എന്താണ്? ഡാഷ് ഇട്ടെടുത്ത് എന്താണ് കൊടുക്കുക? കൂൾ. ഐ ആം നോട്ട് കൂൾ. വെൻ യു ഹാപ്പി ഐ ആം നോട്ട് ഡാഷ്. എന്താണ് അവിടെ ചേർക്കുക? നീ ഹാപ്പി ആയിരിക്കുമ്പോൾ, നീ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും കണ്ണാടിയിൽ? കണ്ണാടി എങ്ങനെയാണെന്നാ പറയുന്നത്? അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട്, ഞാൻ അങ്ങനെയല്ല. എന്ത്? സാഡായിട്ടിരിക്കില്ല. എന്ത്? സാഡ്. അവിടെ എന്താണ്? സാഡ്, സങ്കടപ്പെട്ടിട്ട് ഇരിക്കില്ല. ഹാപ്പിയുടെ ഓപ്പോസിറ്റ് സാഡ്. വെൻ യു സാഡ് ഐ ആം നോട്ട് ഹാപ്പി. നീ സന്തോഷത്തോടെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഇരിക്കില്ല. അപ്പൊ അടുത്തതിൽ എന്താണ്? വെൻ യു സാഡ് ഐ ആം നോട്ട് ഹാപ്പി. ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കില്ല. അവിടെ ഹാപ്പി. ഹാപ്പി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് സാഡ്. കൂൾ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഹോട്ട്. ആ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ചേർക്കേണ്ടത്. ഹോട്ട് പറയുമ്പോൾ അവിടെ കൂൾ അല്ലേ? ഹോട്ടിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് കൂൾ. അതാണ് ആ വിട്ടുപോയ ഭാഗത്ത് ചേർക്കേണ്ടത്. പിന്നെ അടുത്തത് വരുന്നത് എന്താണ്? ഹാപ്പി. ഹാപ്പി വരുന്നതിന്റെ അവിടെ എന്താണ്? സാഡ്. അതാണ് ആ വിട്ടുപോയ ഭാഗത്ത് ചേർക്കേണ്ടത്. അങ്ങനെ എഴുതി നോക്കണം മക്കളെ, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. ടീച്ചർ ഇവിടെ എഴുതിയത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുക കേട്ടോ. അടുത്ത നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്യാം. എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും കവിതയൊക്കെ എഴുതാൻ ഇഷ്ടമാണ് അല്ലേ? നമ്മുടെ ഈ ഒരു ചെറിയ കവിതയിൽ നമുക്ക് കുറച്ച് വരികൾ കൂട്ടിച്ചേർക്കാം. എന്താണ്? ആഡ് മോർ ലൈൻസ്. കുറച്ച് വരികളും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. നോക്കൂ, നമ്മുടെ ആദ്യത്തെ വരിയിൽ ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ് പറഞ്ഞിട്ട് കണ്ടില്ലേ? അതിൽ നമുക്ക് കുറച്ച് വരികൾ ചേർത്താലോ? എന്തൊക്കെയാണ് അതിൽ വരികൾ? ഡോണ്ട് ഡിസ്പ്ലേ മൈ ഐസ്, ഡോണ്ട് ഡിസ്പ്ലേ മൈ ഹെയർ, ഡോണ്ട് ഡിസ്പ്ലേ മൈ ടീത്ത് അല്ലേ? ഇത്രയാണ് അതിലുള്ളത് അല്ലേ? നമുക്ക് അതിൽ കുറച്ചുകൂടെ വരി ചേർത്താലോ? നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ വേറെയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പം നമ്മുടെ മൂക്ക് കാണുന്നില്ലേ? അതിനെന്താ പറയാ? നോസ്. അപ്പൊ ഡോണ്ട് ഡിസ്പ്ലേ മൈ നോസ്. എന്താണ്? ഡോണ്ട് ഡിസ്പ്ലേ മൈ നോസ്. പിന്നെയോ നമുക്കൊരു വരിയും കൂടെ ചേർക്കാം. എന്താണ് ഇനി വേറെ? ഒത്തിരി വരികൾ ചേർക്കാം. എന്നാലും ടീച്ചർ 2 വരി പറഞ്ഞുതരാം. മക്കൾക്ക് ഇനി കൂടുതൽ വരികൾ ചേർത്താം. 2 ടീച്ചർ പറയാം. വേറെ നോക്കിയേ. ഇനി എന്താണ്? ഇതെന്താണ്? നമ്മുടെ ചുണ്ടുകൾക്ക് എന്താ പറയാ? ലിപ്സ്. അപ്പൊ ഡോണ്ട് ഡിസ്പ്ലേ മൈ ലിപ്സ് ചേർക്കാൻ പറ്റില്ലേ? അതുപോലെ നമ്മൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് മക്കളൊന്ന് ആ വരികൾ കംപ്ലീറ്റ് ചെയ്യൂ. ഇനി അതിൽ ആ 4 വരി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വരികൾ ചേർത്താനാണ് ഇവിടെ പറഞ്ഞത്. ആഡ് മോർ ലൈൻസ്. ഓക്കെ, ചെയ്യില്ലേ? അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത വർക്ക്ഷീറ്റിൽ എന്താണെന്ന് നോക്കൂ. നമ്മളെ പദസൂര്യം ചെയ്യാറുണ്ട് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ടേ ചെയ്തിട്ട് വന്നതാണല്ലേ വേർഡ് വെർബ്. അത് ചെയ്യാറില്ലേ? അതിന് ടീച്ചർ ഇവിടെ ഒരു 2 തരാം. അതെങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരാം. മക്കൾ അത് നോക്കിയിട്ട് ചെയ്യണം. ഇവിടെ ഈ വട്ടത്തിൽ കൊടുത്തിരിക്കുന്നത് ഡോണ്ട് ഡിസ്പ്ലേ. എന്താണ്? ഡോണ്ട് ഡിസ്പ്ലേ. കാണിക്കരുതേ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കരുതേ എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെല്ലാമാണ് ഇതിന്റെ ചുറ്റും എഴുതേണ്ടത്. അതായത് ഡോണ്ട് ഡിസ്പ്ലേ എന്നുള്ളതാണ് എഴുതേണ്ടത്. എന്തൊക്കെയാണുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. മക്കൾ എഴുതുവോ? ടീച്ചർ പറയണോ? വേണമെങ്കിൽ നോക്കിക്കോളൂ. എന്തൊക്കെയാണ് ആദ്യത്തെ വരികൾ? നിങ്ങളുടെ പോയത്തിൽ തന്നെ നോക്കൂ. ഡോണ്ട് ഡിസ്പ്ലേ പറഞ്ഞിട്ട് എന്തൊക്കെയാണ്? ഐസ്, ഹെയർ, ടീത്ത്. അതാണ് ഈ ഡോണ്ട് എന്നുള്ളിടത്ത് ചേർത്തേണ്ടത്. ഓക്കെ, ഇനി അടുത്തതിൽ നോക്കൂ. അടുത്തതിൽ എന്താണ്? ഡിസ്പ്ലേ. അടുത്തതിൽ ഡിസ്പ്ലേ. ഡിസ്പ്ലേക്ക് എങ്ങനെയാണ്? എന്തൊക്കെ ഡിസ്പ്ലേ ചെയ്യാനാണ്, എന്തൊക്കെ പ്രദർശിപ്പിക്കാനാണ് കാണിച്ചത്? അതിന്റെ നേരെ അതൊക്കെ എഴുതണം അടുത്ത വരികളിലെ.
4 വരി കഴിഞ്ഞിട്ടുള്ള വരികളിൽ നോക്കൂ, എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്? കറേജ്, നോളേജ്, വോയേജ്, മെസ്സേജ്, പാസേജ് അല്ലേ? ഇത്രയും കാണിച്ചിട്ടില്ലേ? അതാണ് ഇതിന്റെ ചുറ്റും എഴുതേണ്ടത്. ഇത്രയും നിങ്ങളെ നോട്ട് ബുക്കിൽ എഴുതുമല്ലോ, എഴുതില്ലേ? Okay children, then I conclude this class. Thank you.